ഹലോ എവ്രിവൺ, അസ്സാം വലൈക്കും. കുവൈത്തിലുള്ള മജ്ബൂ സ്പോട്ടിൽ വെച്ച് ഏകദേശം ഒരു ടോപ്പ് 5ന്റെ ഉള്ളിലൊക്കെ വരുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് അൽ കറൂഫ്. നമ്മൾ മുന്നേക്ക് വന്ന സമയത്തും കറൂഫ് പോയിട്ടുണ്ട്, പക്ഷെ ഇത് വേറെ തന്നെ ഒരു ബ്രാഞ്ചാണ്. അപ്പൊ ആ ബ്രാഞ്ചിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് പോണത്. ഫിൻഡാസ്. നമ്മൾ ഒരുപാട് വർഷത്തിന് ശേഷമാണല്ലോ വരുന്നത്, അപ്പൊ ഇതൊക്കെ പുതിയ ബ്രാഞ്ചസ് ആയിരിക്കും. മുന്നേ ഒക്കെ കറൂഫത്തെ ഫുഡ് കഴിച്ചത് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ടേസ്റ്റ് ഒക്കെ. എന്നാലും എന്റെ ഫേവറേറ്റ് പറയുന്നത് ഫ്രീജത്തെ മജ്ബൂസാണ്. അത് അടിപൊളിയാണ്. അതിന്റെ റൈസത്തെ ഓരോ ഫ്ലേവറും എല്ലാം അടിപൊളിയാണ്. എത്രയൊക്കെ ഫേവറേറ്റ് ആയിട്ട് ഫ്രീജിൽ പോകാനുള്ള ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇൻഷാല്ല ഒരു ദിവസം പോകണം. അപ്പൊ എന്തായാലും ഇപ്പൊ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ടേസ്റ്റ് ഉണ്ടോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അപ്ഡേഷൻ വന്നിട്ടുണ്ടോ, ടേസ്റ്റ് കൂടിയിട്ടുണ്ടോ എല്ലാം നോക്കാം. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത്. ഫുഡ് ബ്ലോഗറോ അല്ലെങ്കിൽ എന്താ പറയാ ഇൻഫ്ലുവൻസറോ അങ്ങനെ ഒന്നാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞിട്ടുള്ള ഫുഡ് സ്പോട്ടിലൊക്കെ പോവാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്. ചിലതൊന്നും വീഡിയോ എടുക്കാറില്ല, ചിലർക്ക് വീഡിയോ എടുക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ബ്ലോഗിങ് ഒരു പ്രൊഫഷൻ ആയിട്ട് കൊണ്ടെടുക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല, എന്നാലും ഇത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന മാതിരി ഞാൻ ഇതുപോലെ കുറെ വീഡിയോസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പറയാം. അപ്പൊ നമ്മളെ സ്റ്റാർട്ടേഴ്സ് കുറച്ച് പിക്കിൾഡ് ഐറ്റംസും പിന്നെ സാലഡൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഡ്രിങ്ക് ആയിട്ട് 2 കിൻസ് വാങ്ങിയിട്ടുണ്ട്. അത് പെപ്സി അല്ലെങ്കിൽ കോക്ക് അതിന് പകരമായിട്ട് നമ്മളിപ്പോ അതാണ് വാങ്ങാറ്. അപ്പൊ നമ്മളെ മജ്ബൂസ് എത്തിയിട്ടുണ്ട്. അപ്പൊ മജ്ബൂസ് എങ്ങനെയാ വെച്ചാല് ഒരു 2 ഹാഫ് ചിക്കൻ. ഒരു ഹാഫ് വെച്ചാൽ നമ്മൾ നാട്ടിൽ ചിക്കന്റെ മാതിരി വലിയ തടിയുള്ള ചിക്കൻ ഒന്നല്ല, ഒരു ഹാഫ് ഒരാൾക്ക് കഴിക്കാനുള്ള പോർഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ 2 ഹാഫ് ഉണ്ടാവും ചിക്കന്റെ. പിന്നെ ബക്കൂസ് ഉണ്ടാവും. പിന്നെ ആ പിക്കിൾഡ് ഒക്കെ കൂട്ടിയിട്ട് തന്നെ കഴിക്കണം. പിന്നെ ഒരു അച്ചാർ പോലെ നമ്മളെ എന്താ പറയാ വൈറ്റ് ഹൗസ് ഇല്ലേ, വയനാട് പോണ വഴിക്കുള്ള ഹിങ്ങാമ്പുഴുള്ള വൈറ്റ് ഹൗസ്, അവിടെ ഒരു ചില്ലിന്റെ ഒരു സോസ് വരുമല്ലോ സ്പൈസി ആയിട്ടുള്ള, ആ സെയിം ഒരു ചില്ലി സോസും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗാർലിക് പിക്കിൾഡ് ഗാർലിക് ക്യാരറ്റ് അങ്ങനത്തെ ഓരോ സാധനങ്ങൾ. പിക്കിൾഡ് ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും എന്റെ ഫ്രണ്ടിൽ വെച്ചൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ്, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നോർമലി ചെസ്റ്റ് പീസ് കഴിക്കാത്ത എനിക്ക് ഈ ചിക്കന്റെ ഹാഫ് ഞാൻ അങ്ങനെ തന്നെ കഴിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ലെഗും തൈസും മാത്രമാണ് ഇഷ്ടം. പക്ഷെ ഇത് ചെസ്റ്റ് പീസ് വരെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായത്. അപ്പൊ റൈസൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യത്തേനെക്കാട്ടി കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയതായിട്ട് തോന്നുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു റൈസ്. ഏകദേശം ഒരു ഫ്രീസത്തെ ഒരു ആ ഒരു മജ്ബൂസിന്റെ തന്നെ ഏകദേശം ഒരു അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറയാം. ഈ കറൂഫത്തെ മജ്ബൂസ് ഓൾസോ ആ ഫ്രീസത്തെ വായിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര. അപ്പൊ ഞാൻ എന്തായാലും ചുറ്റുള്ളൊന്നും നോക്കാതെ നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ അത് പറ്റുമോ ഇത് പറ്റുമോ എന്ന് നോക്കാതെ ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം, വേണമെങ്കിൽ കഴിക്കാൻ, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ കഴിച്ച്. അപ്പൊ കുറച്ച് ബാക്കിയായിട്ടുണ്ട്. നമ്മൾ ബാക്കിയായതൊന്നും അവിടെ ഇട്ടച്ച് പോരൊന്നുമില്ല, നമ്മളത് പാർസൽ ചെയ്ത് ഇട്ടിട്ടുണ്ട്. എന്തിനാ വെറുതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനം അവിടെ ഇട്ട് വേസ്റ്റ് ആക്കി വരുന്നത്? ആ പരിപാടി നമുക്കില്ല. നാളെ